PUBG ഉൾപ്പെടെ 118 ചൈനീസ് ആപ്പുകൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചു. കേന്ദ്ര IT വകുപ്പാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ചൈനീസ് ആപ്പുകൾ നിരോധിക്കുന്ന കാര്യത്തിൽ ഒരു പരിശോധന നടത്തി വരികയായിരുന്നു. PP ജസീം വിവരങ്ങളുമായി. ജസീം, ആദ്യഘട്ടത്തിൽ ടിക്ടോക്ക് അടക്കമുള്ള ആപ്പുകൾ നിരോധിച്ചു. ഇപ്പോൾ PUBGയും നിരോധിച്ചിരിക്കുകയാണ്. PUBG അടക്കം 118 ആപ്ലിക്കേഷനുകൾ, ചൈനയുടെ ആപ്ലിക്കേഷനുകൾ നിരോധിച്ചു എന്നുള്ളതാണ് വാർത്ത. എന്താണ് വിശദാംശങ്ങൾ? 118 ആപ്പുകൾ കൂടി നിരോധിച്ചു എന്നതാണ് നിലവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം. PUBG അടക്കമുള്ള ആപ്പുകളാണ് നിരോധിച്ചിരിക്കുന്നത്. ഇതിൽ കാംകാർഡ്, ബൈഡു, കട്ട് വൂവ് എന്നിങ്ങനെയുള്ള ഏതാണ്ട് 118 ആപ്പുകൾ, മൊബൈൽ ആപ്ലിക്കേഷനുകളാണ് ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നത്. ഈ നിരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് വിവര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ നിരവധി ആപ്പുകൾ നിരോധിക്കുന്ന, ടിക്ടോക്ക് അടക്കമുള്ള ആപ്പുകൾ നിരോധിക്കുന്ന നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരമൊരു ഉത്തരവ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നിലവിൽ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രാഥമികമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ ജസീം, ടിക്ടോക്ക് നിരോധിക്കപ്പെട്ട സാഹചര്യം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി സംഘർഷം ആയിരുന്നു. അതിർത്തി സംഘർഷത്തെ തുടർന്നാണ് സുരക്ഷാ ഭീഷണി കൂടി മുൻനിർത്തി ഈ ടിക്ടോക്ക് അടക്കമുള്ള ആപ്ലിക്കേഷനുകൾ നിരോധിച്ചത്. വീണ്ടും ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടുന്ന സമയത്താണ് PUBG അടക്കമുള്ള കൂടുതൽ ആപ്ലിക്കേഷനുകൾ നിരോധിക്കുന്നത്. ഇത് കേവല യാദൃശ്ചികത മാത്രമാണോ, അതോ ഈ തരത്തിലുള്ള ചൈനയുടെ അതിർത്തിയിലെ അഗ്രഷൻ കൂടി പരിഗണിച്ച് ഈ തരത്തിൽ അവരുടെ കമ്പനികൾക്കൊരു തിരിച്ചടി നൽകുക എന്ന ഉദ്ദേശത്തിലുള്ള നീക്കമാണോ? പ്രാഥമികമായി തീർച്ചയായും നമുക്ക് അങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക. വീണ്ടും അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ രണ്ടാമതും കൂടുതൽ മൊബൈൽ ആപ്ലിക്കേഷനുകൾ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നേരത്തെ ഇതുപോലെ രൂക്ഷമായ ഒരു സന്ദർഭത്തിൽ തന്നെയാണ് ടിക്ടോക്ക് അടക്കമുള്ള ആപ്ലിക്കേഷനുകൾ നിരോധിക്കുന്ന നടപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് സാമ്പത്തികമായി ചൈനക്ക് തിരിച്ചടി നൽകുക എന്ന് തന്നെയായിരുന്നു ഇതിന്റെ ഉദ്ദേശം. അതിന്റെ കൂടി ഭാഗമായാണ് അത്തരമൊരു നടപടിയിലേക്ക് കേന്ദ്രം അന്ന് കടന്നിരുന്നത്. നിലവിൽ സമാനമായ മറ്റൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒപ്പം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ആത്മനിർഭർ അഭിയാൻ എന്ന് പറയുന്ന ക്യാമ്പയിന് കേന്ദ്രം തുടക്കം കുറിച്ചിരുന്നതാണ്. കൂടുതൽ സ്വാശ്രയത്വം കൈവരിക്കുക, കൂടുതൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന സോഫ്റ്റ്വെയറുകളും എല്ലാ തരത്തിലുമുള്ള ഉപകരണങ്ങളും ആഭ്യന്തരമായി തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുക, ഇതിന് കൂടുതൽ പ്രാധാന്യം നൽകുക എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഒരു സമീപനം. ഒപ്പം ഡിഫൻസ് മേഖലയിൽ അടക്കം ഇത്തരം നീക്കങ്ങൾ കേന്ദ്രം നടത്തിയിരുന്നതാണ്. ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി നടത്തിയ മൻ കി ബാത്തിലും ഈ സമാനമായ സ്വഭാവത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ രാജ്യത്തെ യുവാക്കളോടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയും ചെയ്തിരുന്നു. അതിന്റെ എല്ലാം തുടർച്ചയായിക്കൊണ്ട് കൂടിയാണ് ഇപ്പോഴത്തെ നീക്കത്തെ നമുക്ക് കാണാൻ കഴിയുക. തീർച്ചയായും കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുന്നതിന്റെ ഒരു തുടർച്ച എന്ന് വേണം ഇപ്പോഴത്തെ നീക്കത്തെയും കാണാൻ. തീർച്ചയായിട്ടും ജസീം, എന്തായാലും PUBG, കാംകാർഡ്, ബൈഡു, കട്ട് വൂവ്, ടെൻസെന്റ്, റൈസ് ഓഫ് കിങ്ഡംസ്, സാക് തുടങ്ങിയ ആപ്ലിക്കേഷനുകളാണ്, അങ്ങനെ തുടങ്ങി 118 ആപ്ലിക്കേഷനുകളാണ് നിരോധിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പരിചിതം വീഡിയോ ഗെയിമിംഗ് ആപ്പായ PUBG ആണ്. PUBG, കാംകാർഡ്, ബൈഡു അടക്കമുള്ള ആപ്ലിക്കേഷനുകൾ ഈ നിരോധിക്കപ്പെട്ട 118 ചൈനീസ് ആപ്ലിക്കേഷനുകളിൽ ഉണ്ട്. നേരത്തെ ടിക്ടോക്ക്, ക്യാം സ്കാനർ അടക്കമുള്ള ആപ്ലിക്കേഷനുകൾ നിരോധിച്ചത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ട്. ചൈനയുമായിട്ടുള്ള അതിർത്തി സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ കൂടിയാണ്. അതുമാത്രമാകില്ല ഒരുപക്ഷെ കാരണമെങ്കിലും ആ സാഹചര്യം അതിൻ്റെ പശ്ചാത്തലമായി നിൽക്കുന്നു. എന്തായാലും 118 ചൈനീസ് ആപ്ലിക്കേഷനുകൾക്ക് കൂടി നിരോധനം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിൽ പ്രേക്ഷകരെ അറിയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത. എന്തുകൊണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയുന്നത് 118 ചൈനീസ് ആപ്ലിക്കേഷനുകൾ നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് PUBG ആണ്. ഗെയിമിംഗ് ആപ്പായ PUBG ആണ് നിരോധിക്കപ്പെട്ട ആപ്പുകളിൽ പ്രമുഖ ആപ്ലിക്കേഷൻ.